ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. ടിഫിനായിട്ടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ടൊമാറ്റോ റൈസാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഒരു റൈത്തയോ അല്ലെങ്കിൽ ഒരു പൊട്ടാറ്റോ ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അരിയാണ്. അതൊന്ന് കുതിർത്ത് മാറ്റി വെക്കുന്നുണ്ട്. കുക്കറിലാണ് ഞാൻ ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള സവോള കൂടി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് മസാലയായിട്ട് ഞാൻ 1 ബേ ലീഫ്, 2-3 ഗ്രാമ്പൂ, 3 ഏലക്കായ, പിന്നെ ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവിനുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 3 തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 1-2 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. വെയിറ്റൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ നല്ല മാഷി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കണം. പക്ഷെ അതിന് മുന്നേയായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ബട്ടർ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അരി നമ്മൾ 10 മിനിറ്റോളം ഒന്ന് കുതിർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കുറച്ച് സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ. അത് മാത്രമല്ല, അരി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ അത് വേറെ തന്നെ കിടക്കും. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ഒട്ടിക്കിടക്കുന്നത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി ഞാൻ 3 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പുതിന ഇലയും ചേർക്കുന്നുണ്ട്. പുതിന ഇല ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണം. എനിക്ക് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ച് കടന്ന് നിൽക്കുന്ന വിധത്തിൽ വേണം ഉണ്ടാവാൻ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്കറിൻ്റെ വെയിറ്റ് കൂടി ഇട്ടിട്ട് 1 വിസിൽ വരുന്നവരെ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രഷറൊക്കെ മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയാണ്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ലഞ്ച് റെഡിയാക്കണമെങ്കിൽ ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. കൂടെ ഒരു റൈത്ത മാത്രം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.